ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ എങ്ങനെ സൂപ്പറായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാം, ഇതുവരെയായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാത്ത പരീക്ഷിക്കാത്തവരാണെങ്കിൽ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു വീഡിയോ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം ചട്ടി ഒന്ന് ചൂടാക്കണം. ചട്ടി ചൂടായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചതായിട്ടില്ല, വെളിച്ചെണ്ണ ഇനി ചൂടായി വരണം. അപ്പോൾ നമുക്ക് അതിൽ സബോള, കറിവേപ്പില, പച്ചമുളക് എന്നിവ 3 കൂട്ടങ്ങൾ അതിലിടാം. അതിനെ ഒരുമിച്ചാണെങ്കിൽ നിങ്ങൾ തക്കാളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി നമുക്ക് ഇടണമെങ്കിൽ ഇടാം. ഞാൻ സെപ്പറേറ്റാണ് ഇടുന്നത്. ഇതൊന്ന് പകുതി മുക്കാലും വാടിയിട്ടാണ് ഞാൻ ഇത് ഇടുന്നത്. അപ്പോൾ ഇതൊന്ന് ഇട്ട് ഞാനത് ഇളക്കിയിട്ട് പിന്നെ ശേഷം പെട്ടെന്നാവണമെങ്കിൽ ഉപ്പൊക്കെ ഇടാം കേട്ടോ. പിന്നെ ഇട്ടില്ല എന്നുള്ളൂ. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചിക്കൻ മഞ്ഞപ്പൊടി ഇട്ട് തിരുമ്പിയിട്ടതാട്ടോ. പിന്നെ നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചിയും കൂടിയിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്കതിന് വേണ്ടിയിട്ട് സബോള ഇതിലിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പകുതി മുക്കാലും സബോള വാടി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിനിടയിൽ തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടുണ്ടായിരുന്നില്ല, അതും കൂടിയിട്ട് ഇതിലിടുക. 2 തക്കാളിയാണ് ഇട്ടതിന്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് സബോളയോടൊപ്പം ഇടണമെങ്കിൽ ഇടാം. പിന്നെ ഇട്ടില്ല എന്നുള്ളൂ. സമയമില്ലാത്തവരാണെങ്കിൽ ഇത് ഇടാം. പിന്നെ ഉപ്പൊക്കെ ഇട്ട് പെട്ടെന്ന് വാടി എടുക്കാനൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ എന്നിട്ട് നമ്മളിത് മിക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്യുക. നമ്മളൊന്ന് ഒരു തക്കാളിയൊക്കെ വാടി വരട്ടെ. എന്നിട്ട് വാടി വന്നതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടി 2 ടീസ്പൂണും മുളക് പൊടി 1 ടീസ്പൂണാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ മഞ്ഞൾപ്പൊടി ഇതിലിടുന്നില്ല, ചിക്കനിലിട്ടുണ്ട്. അപ്പോൾ മല്ലിപ്പൊടി 1 ടീസ്പൂണും 2 ടീസ്പൂണും മുളക് പൊടി 1 ടീസ്പൂണാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ടൊന്ന് മൂത്ത് വരണം. മൂത്ത് വന്നതിന് ശേഷം കപ്പോളം വെള്ളം, കപ്പോടെ 1/2 ഗ്ലാസ് വെള്ളമാണ് നമ്മൾക്ക് ഇതിൽ ഒഴിക്കണം. അത് ചെയ്യാം വേവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി കോഴി, തിരുമ്പി വെച്ച കോഴി നമ്മളിതിലിടാം. ഇട്ടതിന് ശേഷം നമ്മളൊന്ന് 1/2 ഗ്ലാസോളം വെള്ളം നമ്മൾ ഇതിൽ ഒഴിക്കുന്നുണ്ട്. വേവാനുള്ള ഒരു പരുവം, അതാണ് നമ്മളിതിൽ ചേർക്കുന്നത്. നമുക്കെന്നിട്ട് മിക്സ് ചെയ്യാം. എല്ലായിടത്തും ഒന്ന് എത്തിച്ച് ഇതാക്കിയിട്ട് ആവണം. അങ്ങനെ കോഴിയൊക്കെ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കെന്നിട്ട് മൂടി വയ്ക്കാം. ഉപ്പിട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് ഇതാക്കാം. പിന്നെ നമ്മളിനി കുറച്ച് അരമണിക്കൂറോളം ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് തീയൊക്കെ കത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി അവസാനം നമ്മളിനി മൂടി തുറന്നിട്ടുണ്ട്. ഇനി പാക പുകയായി. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി എടുക്കാം. സാധനം എന്തുണ്ട് ഇനി മണത്തിന് വേണ്ടി നമുക്ക് ചിക്കൻ മസാലയാണ്, അതിൽ ചിക്കൻ്റെ ഒരു ഇലയൊക്കെ ഉണ്ട്, അത് ഉണക്കി പൊടിച്ചിട്ട് അങ്ങനെയും ചെയ്യാം. പിന്നെ ചിക്കൻ മസാല ഇടാം. അപ്പോൾ നമ്മൾ ചിക്കൻ മസാലയാണ് ഇതിൽ ഇടുന്നത്. എന്നിട്ട് ഇട്ട ശേഷം നമ്മളൊന്ന് ഇളക്കുക. നമ്മൾ കുറച്ച് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ. സാധനം റെഡി ആയിട്ട് 1 മിനിറ്റ് സാധനം വയ്ക്കുക, മസാല ഇട്ട്. ശരി, എന്താ ബായ്. സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക.